channel. This is Ishira Wealth. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇച്ചു എന്താ ഈ ബ്ലോഗിൽ വരാത്തത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു. കണ്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്. അപ്പോൾ ഇതിനകത്ത് എന്താ നിങ്ങൾ വിചാരിക്കും? അതൊക്കെ വഴി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ബാഗ് ബുക്കൊക്കെ മേടിച്ചില്ലേ, നമ്മൾ സ്കൂൾ തുറക്കാൻ പോകുന്നില്ലേ, അപ്പോൾ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഈ കൂടിലാണ് ആ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുപ്പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് 2-3 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. ബാഗും കോട, ഇനി 2-3 ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ബാക്കിയെല്ലാം മേടിച്ചു. യെസ് യെസ്, സ്കെയിൽ എനിക്ക് മേടിച്ചു, നിങ്ങൾക്ക് മേടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് കുപ്പിയിൽ നിന്ന് പോകാം. എൻ്റെ കുപ്പിയിലാണ് അല്ലേ ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത് പർപ്പിൾ ബോട്ടിലാണ് കേട്ടോ. പർപ്പിൾ ബോട്ടിൽ കണ്ടോ, നല്ല ഡിസൈനൊക്കെ ഉള്ളൊരു ബോട്ടിലാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുറത്ത് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും അകത്ത് സ്റ്റീൽ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. ഓക്കെ, ഫസ്റ്റ് ഇതാണ് എൻ്റെ ബോട്ടിൽ. അപ്പോൾ എൻ്റെ ബോട്ടിൽ ഇവിടെ വയ്ക്കാം. ഇനിയാണ് നമ്മുടെ കുഞ്ഞാവയുടെ ബോട്ടിൽ വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബോട്ടിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ. യെസ്, ഇതാണ് ഇവയുടെ ബോട്ടിൽ. അപ്പോൾ ഈ ബോട്ടിൽ നല്ല അടിപൊളി ലബൂബു ബോട്ടിലാണ് ഗായ്സ് ഇത്. അതാണ് ഇത് ഈ ബോട്ടിലിൻ്റെ പ്രത്യേകത. കണ്ടോ, ലബൂബു. ഇപ്പുറത്ത് ലബൂബു ഉണ്ട്, കുറച്ച് സ്റ്റാർസ്, അങ്ങനത്തെ ഡിസൈനാണ് ഇവ കുട്ടിയുടെ ബോട്ടിൽ. എൻ്റെ ബോട്ടിലിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും ഇലകളും പൂക്കളും അങ്ങനത്തെ ഒരു ഡിസൈൻ. കുഞ്ഞാവയുടെ തികച്ചും വ്യത്യസ്തമായ ലബൂബു. ഓക്കെ, ഇതിനി ഇവിടെ എവിടെയെങ്കിലോ നമ്മൾ കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്താണ്. കുഞ്ഞാവയുടെ ഇവിടെ 2 ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്പേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്പേസാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാം. ഇതാണ് ഈ കുട്ടിയുടെ ബോട്ടിലിൻ്റെ പ്രത്യേകത ഗൈസ്. എനിക്ക് ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ കുഞ്ഞാടെ ബോട്ടിൽ ഇവിടെ വയ്ക്കാം. ഓക്കെ ഓക്കെ, വാ ഇനി നമുക്ക് എന്തിനും തുടങ്ങാം. അടുത്തത് നമുക്ക് പൗച്ചിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, നമുക്ക് പൗച്ചിൽ തുടങ്ങാം. ഞങ്ങൾ 2 പൗച്ചാണ് മേടിച്ചത്, ബോക്സ് അല്ല. പൗച്ചാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ടാണ്. നമുക്ക് പൗച്ച് ഞാൻ ആദ്യം എൻ്റെ കുപ്പി എൻ്റെ നല്ല തുടങ്ങി. ഇനി കുഞ്ഞാവിടെ പൗച്ചിൽ തുടങ്ങാം. ഓക്കെ, കാണിച്ചു നോക്കാം. ഇതാണ് ഇപ്പോൾ കുട്ടിയുടെ പൗച്ച്, കുട്ടിയുടെ കുപ്പിയും പർപ്പിൾ പൗച്ചും. ഓക്കെ, ബാക്കി എന്താ ഇതാ പറഞ്ഞെടുത്തോളൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, നമ്മൾ കയ്യിലൊക്കെ തൊട്ടാൽ നല്ലൊരു സോഫ്റ്റാണ്. പിന്നെ ഇതിൽ സിബ് ഇങ്ങനെ തുറക്കാം. സിബ് ഭയങ്കര സിമ്പിളാണ്. അത് നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, അതിൻ്റെ അകത്ത് നമ്മുടെ റബ്ബർ കട്ടർ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതും ക്യൂട്ടാണ്, അത് നമുക്ക് വയ്യ കാണിക്കാം. പിന്നെ ഈ സിബ് വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇതിൽ റബ്ബറൊക്കെയാണ് ഉള്ളത്, അത് പിന്നെ കാണിക്കാം. നമുക്ക് എൻ്റെ പൗച്ചും കൂടി കാണിച്ചിട്ട് കാണിക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന സിബാണ്. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ പൗച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലേ. പർപ്പിൾ കളറുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് കിട്ടുന്നത്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, എൻ്റെ പൂച്ച കാണിച്ചു തരാം. എൻ്റെ പൗച്ചും ഇവക്കുട്ടിയുടെ അതേ പൗച്ച് തന്നെയാണ്. കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കളർ പിങ്കും ഇവക്കുട്ടിയുടെ കളർ പർപ്പിളുമാണ്. അപ്പോൾ എൻ്റെയും സെയിം മെറ്റീരിയൽ, സെയിം സിബ് എല്ലാം ആണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റാണ്. ഇതേ മെറ്റീരിയൽ തന്നെ, കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ച്. ഇനി അടുത്തത് പൗച്ച് നമ്മൾ കാണിച്ചു. ഇനി റബ്ബറും കട്ടറും പെൻസിലൊക്കെ കാണിക്കണ്ടേ. റബ്ബർ ഒരു
വ്യത്യസ്തമായ റബ്ബറാണ്. ദിവകുട്ടിയുടെ പൗച്ചിൽ തന്നെയാണ് ദിവകുട്ടിയുടെ റബ്ബർ, എൻ്റെ പൗച്ചിൽ തന്നെയാണ്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഫസ്റ്റ് എന്നാൽ റബ്ബർ കാണിച്ചു തരാം. ആദ്യം എൻ്റെ നല്ല തുടങ്ങി. നമുക്ക് ഒരുമിച്ച് കാണിക്കാം. തുറക്ക് കാണിക്കാം. നമുക്ക് ഫസ്റ്റ് ഈ റബ്ബർ കാണിക്കാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഐസ്ക്രീം റബ്ബർ, ഐസ്ക്രീം ഇറേസർ ആണ്. എൻ്റെ ഒരു സ്ട്രോബെറി ഫ്ലേവർ പോലത്തെ ഒരു പിങ്ക് ഐസ്ക്രീം. എൻ്റെ ഒരു ബ്ലൂബെറി പോലത്തെ ഒരു ഫ്ലേവർഡ് ഐസ്ക്രീം. യെസ്, നമുക്കിത് ഇങ്ങനെ നമുക്കിങ്ങനെ വെവ്വേറെ ആയിട്ട് എടുത്താണ് ഇത് ഇറേസ് ചെയ്യുന്നത്. ഒരുമിച്ച് വരയ്ക്കാൻ പാടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇറേസർ. പിന്നെ വേറൊരു ഇറേസറും കൂടി ഉണ്ട്. ആ ഇറേസർ നമ്മുടെ സാധാ ഇറേസർ ഇതാ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറേസറാണ് ഈ ഇറേസർ. നിങ്ങൾ പൊട്ടിച്ചിട്ടില്ല. ഈ ഇറേസർ. ഓക്കെ, നമുക്ക് ഒരു മെർമെയ്ഡിൻ്റെ ഉള്ളതാണ് ബാർബി. ഓക്കെ, ഇനി ഇവളുടെ കട്ടർ കുട്ടിയുടെ ഇവിടെയാണ്. അല്ല, അതിന് മുമ്പ് 2 പൗച്ച് നമ്മൾ കാണിച്ചല്ലോ. പിന്നെ ഞങ്ങൾ വേറൊരു പൗച്ചും കൂടി മേടിച്ചായിരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു ഓക്കെ. ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതൊരു റെയിൻബോ ടീമായിട്ടുള്ള പൗച്ചാണ്. ഇവിടെ പറയും. ഇതൊരു നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു റെയിൻബോ ഷെയ്ഡ് പോലെ. യെസ്, ഇതിൽ 2 സിബ് ഉണ്ട് കേട്ടോ. 2 സിബ് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് മാറി കൊണ്ടുപോകാനാണ് കേട്ടോ. ഈ കട്ടർ ഇവിടെ കാണിച്ചോ, പിടിച്ചോ. ഓക്കെ, ഈ കുട്ടിയുടെ കാണിക്ക്. നിങ്ങൾ വിചാരിക്കും എൻ്റെ കട്ടർ എവിടെയാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കട്ടർ. ഇത് റബ്ബറും കട്ടറും കൂടി ഒരുമിച്ചുള്ള ടൈപ്പാണ്. ഇതിങ്ങനെ തുറന്നാൽ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ അപ്പുറത്ത് തിരിച്ചിട്ട് ഇങ്ങനെ തുറത്തിട്ട് പെൻസിൽ ഇങ്ങനെ കൂമ്പിക്കാൻ. ഇനി എൻ്റെ കട്ടർ കാണിച്ചുതരാം. എൻ്റെ കട്ടർ ഒരു മുട്ടയുടെ ഷേപ്പിലുള്ള കട്ടറാണ്. ഇവിടെ ഒരു റാബിറ്റിൻ്റെ അടയൊക്കെ ഉണ്ട്. നമുക്കിതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇവിടെ കൂർപ്പിക്കാം, ഇത് ക്ലോസ് ചെയ്യാം, അടുത്ത ഭാഗം ഓപ്പൺ ചെയ്യാം, കളയാം. ഓക്കെ, ഇതാണ് എൻ്റെ കട്ടർ. ഇനി പെൻസിൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സാധാ നമ്മുടെ ഒരു ഇതില്ല, നമ്മുടെ സാധാ അപ്സരയുടെ എക്സ്ട്രാ ഡാർക്ക് പെൻസിലാണ്. കളർഫുൾ ആയിട്ടുള്ളൊരു പെൻസിൽ. ഇത് 2 വർഷത്തിൻ്റെയാണ്. ഇനി കുട്ടിക്ക് പേനില്ല. കുട്ടിക്ക് പെൻസിലും റബ്ബറും കട്ടറും അങ്ങനത്തെയാണ് കുട്ടിയുടെ ക്ലാസ്സിലുള്ളൂ. എനിക്ക് പേനുണ്ട്. അപ്പം ഞാനൊരു വെറൈറ്റി പേനാണ് വാങ്ങിയിട്ടുണ്ട്. കാണിച്ചുതരാം. എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക്? പർപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് കളർ. അതുകൊണ്ട് ഞാനൊരു പർപ്പിൾ പേര് വാങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പർപ്പിൾ പേര്. എനിക്കും പർപ്പിളാണ് ഫേവറേറ്റ്. യെസ്, നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാനത് തുറന്നിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ കുറച്ച് വേറെ ബ്ലാക്ക് പേനകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കൂടാണ്ട് കുറച്ച് ബ്ലാക്ക് പേനകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പൗച്ചിൽ. അപ്പം ഇനി അടുത്തതായിട്ട് എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. കുഞ്ഞാൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒരു വെറൈറ്റി ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഇത് നിങ്ങളിത് കണ്ടിട്ട് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതാദ്യമായിട്ടാണ് പറയുന്നത്. ക്യാമറയുടെ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കോമ്പസ്, റബ്ബർ കട്ടർ, സ്കെയിൽ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇങ്ങനത്തെ നമ്മൾ ഓരോന്ന് ചെയ്യാൻ കണക്കിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു പേന, പെൻസിൽ, യെസ്, അത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത് ക്ലോസ് ചെയ്യാം. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഇനി നമുക്ക് നിങ്ങൾ പേര് കമൻറ്റ് ചെയ്തായിരുന്നില്ല, ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടില്ലായിരുന്നോ? ഇതാണ് എൻ്റെ പുതിയ ഡയറിയിൽ നിങ്ങളുടെ പേരിൽ ജേണൽ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പം നിങ്ങൾ പേരൊക്കെ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു.
നിർബന്ധമാണ് കേട്ടോ. നമ്മൾ 4 കളറാണ് വാങ്ങിയത്. ഒരെണ്ണം ഇവക്കുട്ടിയുടെയാണ് ഗൈസ്. റെഡാണ് ഇവരുടെ ഫേവറേറ്റ്. ടീച്ചറിലെ ഏറ്റവും ഫേവറേറ്റ് റെഡ് ഉണ്ട്. പിന്നെ റെഡ് കാണിച്ചു കൊടുക്കാം. റെഡ് വിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് റെഡ്, പിങ്ക്, ബ്ലാക്ക്, ബ്ലൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സാധാരണ മേടിക്കുന്ന കാര്യമാണ്. നമ്മുടെ 4 ബുക്ക് പൊതിയാനുള്ള പേപ്പറാണ്. അപ്പം അത് 4 ഇത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് 2 പേർക്കുണ്ടല്ലേ, നമ്മൾ 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കെയിൽ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഒരു നീണ്ട സാധാ സ്കെയിലും നടുരാജിൻ്റെ പിന്നെ ഒരു ക്യൂട്ട് പിങ്ക് കളറിലെ പാണ്ട സ്കെയിൽ. ഇതാണ് എൻ്റെ സ്കെയിൽ. ഇനി നമ്മുടെ സാധാ നെയിം സ്ലിപ്പ് ഒരു ഫ്ലവറിൻ്റെ നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. കൂടി പറ. ഇതൊരു ഫ്ലവറിന്റെ ഒക്കെ ഉള്ളതാണ്. ഇത് നമ്മളുടെ ബുക്കിൽ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഒരു ഫ്ലവറിന്റെ ഒരു ഫ്ലവറിന്റെ ഒരു. ഓക്കെ, അടുത്ത കൂടി കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പിടിച്ച് കുട്ടിയുടെ നേരെ അവരുടെ. ഇതും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറാണ്. ഒരു മിക്കി മൗസിനെ പോലത്തെ ഒരു സ്റ്റിക്കറാണ്. ഇതും മിക്കി മൗസിന്റെ ടീമുള്ള ഒരു സ്റ്റിക്കറാണ്. അടുത്തതാണ് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പ്. ഇത് കഴിച്ചു കൊടുത്തു. ബട്ടർഫ്ലൈ നെയിം സ്ലിപ്പ്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. ഓക്കെ, ഇനി അടുത്ത് സാധാ പോലെ നമുക്ക് കുറേ ബുക്സ് ഉണ്ട്. ബുക്കുകൾ എൻ്റെ ഒരു 2 ബുക്ക് ഉണ്ടായിരുന്നു. അതുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഐസ്ക്രീമിൻ്റെ ഉണ്ട്. അത്രേ ഗൈസ് ഉള്ളൂ. പിന്നെ ബാക്കി ബുക്കുകളാണ്. കണ്ടോ, ബുക്കുകളാണ് ബാക്കി. ഇത് 2 എൻ്റെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. ഇത് 2 കുട്ടിയുടെ കുടിക്ക് കാണിച്ചു കൊടുക്കാം. ഒരെണ്ണം ഇത് മറ്റേ ബീച്ച്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ സാധനങ്ങൾ. ഇനി ഞങ്ങൾക്ക് ബാഗും കോടയൊക്കെ മേടിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിയൂ, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പറഞ്ഞോ, അപ്പോൾ ഞങ്ങൾ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.